സോണുകളാക്കി. ആ സോണുകളാക്കിയിട്ടുള്ള പരിശോധന ഇപ്പം തന്നെ ആരംഭിക്കുകയാണ്. അതിൽ ലൈവ് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും അംശമുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന 2 ഡോഗ്സ് അതിൻ്റെ സാന്നിധ്യം നമുക്ക് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്യാനുള്ളതായ കെഡാവർ ഡോഗ്സ്, ആ കെഡാവർ ഡോഗ്സും ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന NDRFന്റെ 66 അംഗ ടീം അതിൻ്റെ ഫുൾ സ്വിംഗ് ഓപ്പറേഷൻസിന് മറ്റുള്ള ഘടകങ്ങളോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ മുതൽ അങ്ങോട്ടിപ്പം ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 100-ൽ പരം ആളുകളുടെ സേവനം ഇന്ന് ലഭ്യമായിട്ടുണ്ട്. നാളെ അതേപോലെ തന്നെ ഒട്ടും കുറയാതെ 110 ഫയർ ആളുകളുടെ സാന്നിധ്യവും അതുപോലെ സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള വോളണ്ടിയേഴ്സിന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ മറ്റുള്ള സംവിധാനങ്ങളോടൊപ്പം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മരണപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ ബോഡി അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എംബാം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. അതിനുശേഷം എയർ ലിഫ്റ്റ് ചെയ്ത് അത് അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതിൽ സർക്കാർ ഏകോപനം വഹിക്കും. അതിൽ കൊങ്കൺ റെയിൽവേയുടെ ഏകോപനമുണ്ട്, അവരുടെ ജീവനക്കാർ എന്നുള്ള നിലയിൽ അവരുടെ ഏകോപനമുണ്ട്, സർക്കാരിൻ്റെ ഏകോപനമുണ്ട്. അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിൽ കാണാതായ രാഹുൽ എന്ന് പറയുന്ന ഒരാളുടെ കുടുംബം, ഭാര്യ ഇവിടെ സ്ഥലത്തുണ്ട്. അപ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള പ്രത്യേകമായി കരുതൽ കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വരുന്ന കുടുംബങ്ങളെയും ഇവിടെയുള്ള കുടുംബാംഗങ്ങളെയും ബോഡിയുടെ കൂടെ അവരെ കൊണ്ടുപോകാനുള്ള നടപടിയും അതിൻ്റെ ഭാഗമായി ക്രമീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ മരിച്ചതായിരിക്കുന്ന 3 പേർ ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ബീഹാർ സ്വദേശികളായിട്ടുള്ള ആളുകളാണ്. ആ 3ഇടത്തേക്കും ഡെഡ് ബോഡി എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പരിക്കേറ്റവരിൽ നിങ്ങൾക്കറിയുന്നത് പോലെ 5 പേര് മിസ്സിംഗ് ആണ്. 3 പേർ ചികിത്സ തേടി ഇവിടെ നിന്ന് വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട്. 2 പേർ ICUവിലാണ്. ICUവിൽ ദിലീപ് എന്ന് പറയുന്ന പേഷ്യൻസ് കുറച്ച് ക്രിറ്റിക്കലാണ്. 5 പേർ വിംസ് ആശുപത്രിയിൽ ഇപ്പോഴും ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ക്യാമ്പ് പ്രവർത്തിക്കുന്നു. 23 കുടുംബങ്ങളിൽ ആയിട്ടുള്ള 76 പേരടങ്ങുന്ന ക്യാമ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ക്യാമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ചിൽഡ്രൻ പ്ലേ ഏരിയ ഉൾപ്പെടെ ക്രമീകരിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ, പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ മുഴുവൻ ക്രമീകരിച്ചു കഴിഞ്ഞു. ഹിറ്റാച്ചി, JCB നിലവിലുള്ളതിൻ്റെ കൂടെ 4 സോണുകളാക്കിയും അതുപോലെ റോഡിൻ്റെയും പൂർണ്ണ തോതിലുള്ളതായ പരിശോധനയും റോഡ് ഗതാഗത യോഗ്യമാക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമായി ഏതൊക്കെ അഡീഷണൽ ഉപകരണങ്ങൾ വേണോ ആ ഉപകരണങ്ങൾ മുഴുവൻ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഓരോ കാര്യത്തിനുമുള്ള പ്രത്യേകമായിട്ടുള്ള ചുമതലകളും മീറ്റിംഗിൽ വെച്ചുകൊണ്ട് പ്രത്യേകം കൊടുത്തു. ഉപകരണങ്ങളുടെ ചുമതല KRFBക്ക് കൊടുത്തു. അത് ശ്രീ ജിതിൻ അതിന്റെ ചുമതല വഹിക്കും. ബോഡിയും പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ചുമതല ഏകോപനം ജില്ലാ കലക്ടറും അതുപോലെ DMOയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. നാളെ രാവിലെ ട്രാഫിക്കിന്റെ കാര്യത്തിൽ എല്ലാവരും നാളെ ഇന്ന് പോലീസ്
തന്നിട്ടുള്ള മറ്റുള്ള ആളുകൾ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ തന്നിട്ടുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ പൂർണ്ണതോതിലുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി അവിടേക്ക് പ്രവേശനം റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. വാഹനങ്ങളും വ്യക്തികളെയും ആ സംഭവ സ്ഥലത്തേക്ക് നാളെ പരിശോധന പൂർത്തിയാവുന്നത് വരെ സുഗമമായി അവരുടെ പ്രവർത്തനം ഏകോപിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നാളെ നിയന്ത്രണമുണ്ടാകും. നാളെ തന്നെ ഈ കാണാതായവരെ കണ്ടെത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും തുടരുകയാണ്. നാളെ തന്നെ അത് പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. ഈ മരണം 3 എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടോ? മിസ്സിംഗ് പറഞ്ഞു, 5 മിസ്സിംഗ് പറഞ്ഞു, 5 പേര്, 3 മരണം. അതായത് പിന്നെ പേരുകൾ പറയാം. 5 പേരാണ് മിസ്സിംഗ്. 1 വിക്രം റാണ, 2 രാഹുൽ, 3 മുഹമ്മദ് ഇമ്രാൻ, രാകേഷ്, അടുത്തത് അസറുദ്ദീൻ അൻസാരി. മരണപ്പെട്ട 3 പേർ ചന്ദ്രഭാൻ, ബികാഷ് കുമാർ, ആൻമോൾ. ഈ 3 പേരാണ് മരണപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു വിവരം ഇതുവരെ ലഭ്യമല്ല. ഇല്ല, 5 പേരും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന. ഏതാ? അത് NDRF ആണ് അതിന്റെ ഒരു ക്രമീകരണം ചെയ്യുന്നത്. NDRFന്റെ നേതൃത്വത്തിലാണ് 4 മേഖലകളാക്കി തിരിച്ച് ഡിവൈഡ് ചെയ്ത് അത് പരിശോധന നടത്തുമ്പോഴുള്ള ഒരു സമീപനമാണ്. നമ്മൾ കഴിഞ്ഞ സമയത്തും കഴിഞ്ഞ ചൂരമല മുണ്ടകൈ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള സോണുകളാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ഓപ്പറേറ്റീവ് പാർട്ട് ചെയ്തത്. അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഇതിനും സോണുകളാക്കി തിരിച്ച് ക്രമീകരിക്കും. കൂടുതൽ പേരുള്ളതായിട്ടുള്ള ഒരു വിവരവും നമുക്കില്ല. നിലവിലുള്ള കണക്ക് കൃത്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ബോധ്യം. അതെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഞങ്ങളെല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്തു. അവിടെ വഴിയാത്രക്കാർ, പോയിരുന്ന ആളുകൾ, മറ്റുള്ള അവിടെ നിർത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എല്ലാം ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കഷന്റെ ഒക്കെ ഒരു അനുമാനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മരിച്ചവരുടെ 3 പേരുടെ ചന്ദ്രഭാൻ മധ്യപ്രദേശാണ്, ബികാഷ് കുമാർ അദ്ദേഹം ബീഹാറാണ്, അൻമോൾ അദ്ദേഹം ജാർഖണ്ഡാണ്. അൻമോൾ ANMOL. ഏതാ? ചികിത്സയിൽ കഴിയുന്നതിന് മലയാളിയുണ്ട്, ഒരു എഞ്ചിനീയർ ഉണ്ട്. നമ്മൾ എറണാകുളത്ത് നിന്നുള്ള ഒരു എഞ്ചിനീയർ ഉണ്ട്. ചന്ദ്രബാബു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. നാളെ എൻബാം ചെയ്യുന്ന പ്രോസസ് നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് നടത്തും. ഇന്ന് ബോഡി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതെ 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 അതെ. അവൻ ഇതിന്റെ ജോലിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങൾ സംസാരിച്ചു. വിവരങ്ങളൊക്കെ ആരാഞ്ഞു, എവിടുന്ന് എന്താ സംഭവിച്ചെന്നുള്ളത്. അദ്ദേഹത്തിന്റെ വെർഷൻ പറഞ്ഞു. അതിലേക്കൊന്നും ഞങ്ങൾ ഇന്ന് പോയിട്ടില്ല. ഇന്ന് പരിശോധനയും, നേരത്തെ റവന്യൂ മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന് പരിശോധനയും ചികിത്സയും ബോഡി എത്തിക്കാനുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളും അതിലേക്കുള്ള അനുബന്ധ കാര്യങ്ങളുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച നടന്നിട്ടുള്ളത്. ബാക്കി നാളെ മുഖ്യമന്ത്രി വരുന്നുണ്ട്. മുഖ്യമന്ത്രി വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. മഴ കൂടുകയാണെങ്കിൽ നമ്മുടെ നിലവിൽ നടക്കുന്ന റോഡിന്റെ ക്രമീകരണവും അതുപോലെ 4 സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന പരിശോധനകളും ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൂടെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ.
അന്ന് മണ്ണ് മാറ്റേണ്ടായിരുന്നു ഈ കമ്പനി അധികൃതരോട് പറഞ്ഞിരുന്നു 20-ാം തീയതി മീറ്റിംഗ് ചേരുകയും അതിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നാളെ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുമായിട്ട് വിശദീകരിക്കാം. ഇന്നിപ്പോ